ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഫോക്കസ്ഡ് ഏരിയ എന്നുള്ള ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്. ഫോക്കസ്ഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ 80% ഫോക്കസ്ഡ് ഏരിയ എന്നായിരിക്കും, 20% ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യണം. പക്ഷേ ഫോക്കസ്ഡ് ഏരിയ മാത്രം കവർ ചെയ്യുന്നവർക്ക് 80% വെയിറ്റേജ് സ്കോർ നേടാൻ പറ്റും. ഓക്കെ, സോ ഫോക്കസ്ഡ് ഏരിയ ബേസ്ഡ് ചെയ്തും കൊണ്ട് ഒരു റിവിഷൻ ക്ലാസ്സസാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ റിവിഷൻ ക്ലാസ്സസ് മുടങ്ങാതെ കാണുക. എന്നിട്ട് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിട്ട് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ സോഷ്യൽ സയൻസിന് കിട്ടാവുന്നതാണ്. പിന്നെ ഡിയർ സ്റ്റുഡൻസ്, സോഷ്യൽ എന്നുള്ളത് ഏറ്റവും ഈസിയുള്ള ഒരു സബ്ജക്റ്റാണ്. സോ നമ്മൾ കുറച്ച് നമ്മൾക്ക് ഓർക്കാനുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. സോ നിങ്ങൾ എല്ലാവരും നല്ലോണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. സോ ടുഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്റർ ഓൺവേർഡ്സ് ആണ്. ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആഫ്റ്റർ ഇന്ത്യയിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം മേജർ പ്രോബ്ലംസ് ഫേസ് ചെയ്തത് ഫ്ലോ ഓഫ് റെഫ്യൂജീസ് ആണ്. ഫ്ലോ ഓഫ് റെഫ്യൂജീസ് നമ്മളുടെ ഇതിൽ വരുന്നില്ല, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. എങ്കിലും അറിഞ്ഞിരിക്കുക, പാർട്ടീഷൻ ടൈമിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന പാർട്ടീഷൻ നടന്നതോട് കൂടിയിട്ട് പാകിസ്ഥാന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ഒരുപാട് ആൾക്കാർ പോകാൻ തുടങ്ങി. അവരെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അവരവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ കളഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ നമുക്ക് അവരുടെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച് ഫേസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും അത് ഫോക്കസ് ഏരിയയിൽ വന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, 600 രാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ നമ്മളുടെ ഇന്ത്യയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ടാസ്ക്. അതിൽ 2 മെയിൻ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ കേരളൈറ്റാണ്. He was Secretary of the Department of States. Patel and Menon prepared the instrument of accession വഴി അവർ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെയൊക്കെ ട്രാൻസ്ഫർ കൺട്രോൾ ഓവർ ഡിഫെൻസ്, എക്സ്റ്റേണൽ അഫെയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെയും ഡിഫെൻസ്, എക്സ്റ്റേണൽ അഫെയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് എക്സെഷൻ. അതിലൂടെ സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ ചെയ്തത്. അപ്പം നമുക്കറിയാം, കുറേ പേരൊക്കെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ അതിൽ നിന്നും മാറി നിന്നു. അതാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗർ. ദേ റിസെൻറ്റഡ് മീൻസ് ദേ വർ റിഫ്യൂസ്ഡ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ, ഇറ്റ് വാസ് ടേക്കൺ ബൈ ദ മിലിറ്ററി ഇൻ്റർവെൻഷൻസ്. പക്ഷേ അവിടെ എന്താണ്, മിലിറ്ററി ഇൻ്റർവെൻഷൻസോട് കൂടിയിട്ടാണ് അവരെ ഇന്ത്യയിലേക്ക് ചേർത്തത്. അതേപോലെ തന്നെ ഫ്രാൻസും പോർച്ചുഗലും അവരുടെ സം പ്ലേസസിൽ അവരുടെ കൺട്രോൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ മിലിറ്ററി ഓപ്പറേഷൻസിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, പ്രോഗ്രസ് ഇൻ എക്കണോമിക് സെക്ടർ. അത്രയും ടോപ്പിക്സ് ഫോക്കസ്ഡ് ഏരിയയിൽ പറയുന്നില്ല. പിന്നെ പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്കറിയാം സോ മെനി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ്. അതിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇത് 3 മെയിൻ ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും 5 ഇന്ത്യൻ IITs. IIT, Indian Institute of Technology, within 10 years, 1954 to 1964. അതൊക്കെ നമുക്ക് അതേപോലെ തന്നെ ട്രമെൻഡസ് പ്രോഗ്രസ് ഇൻ മെഡിക്കൽ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഹെൽത്ത് സയൻസ്, മറൈൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് അറ്റോമിക് എനർജി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതിലൊക്കെ ഗ്രേറ്റ് പ്രോഗ്രസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
ഇനി പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മളുടെ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയ സ്കൂളുകളല്ലാതെ നമുക്ക് എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കമ്മീഷൻസ് ഓരോ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് അവർ സ്റ്റഡി നടത്തിയതിന് ശേഷം കുറേ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പേജ് നമ്പർ 146. പേജ് നമ്പർ 146 കമ്മീഷൻസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. രാധാകൃഷ്ണ കമ്മീഷനാണ്. രാധാകൃഷ്ണ കമ്മീഷൻസ് ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ടായിരുന്നു വന്നത്. അവിടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻസ് വിമൻ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ യു ജി സി ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു രാധാകൃഷ്ണ കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് നെക്സ്റ്റ് വരുന്നത്. അവരുടേത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ. അവരുടെ ഒബ്ജക്റ്റീവ് സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടായിരുന്നു. ആൻഡ് 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് മൾട്ടിപർപ്പസ് സ്കൂൾ, ഫോം എ കൗൺസിൽ ഫോർ എ ടീച്ചർ ട്രെയിനിങ്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന കോളേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. സോ ദാറ്റ് ഓൺലി ദർ വിൽ ബി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ. ഇനി ലാസ്റ്റ് നമുക്ക് കാണുന്നത് കൊത്താരി കമ്മീഷനാണ് ടു പ്രപ്പോസ് നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ ഇംപ്ലിമെൻറ്റ് 10+2+3 എന്നുള്ള പാറ്റേണിൽ ഒരു എഡ്യൂക്കേഷൻ, അതായത് ഫസ്റ്റ് 1 to 10 വരെയുള്ള ക്ലാസ്, പിന്നെ +1+2 2 years, ദെൻ ഡിഗ്രി 3 years. ആ പാറ്റേണിലാണ് കൊത്താരി കമ്മീഷൻ പറയുന്നത്. ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ സെക്കൻഡറി ലെവൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, VHSC. ഓക്കെ, വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്. ദെൻ ദേ ഓൾസോ ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കമ്മീഷനും കൂടെ നമുക്ക് കാണാം. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ആ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഫെസിലിറ്റീസുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂൾസ് ഉണ്ടായിരിക്കുക. പിന്നെ നവോദയ സ്കൂൾസ്, സ്റ്റാർട്ടിങ് നവോദയ സ്കൂൾസ് ഇൻ എവറി ഡിസ്ട്രിക്റ്റ്, എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അവരുടെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അവരുടെ റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇനാക്ട് ചെയ്തു. 2009 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനാക്ട് ചെയ്തു. അതായത് എല്ലാവരുടെയും റൈറ്റായിട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള തന്നെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ളത് ഫോറിൻ പോളിസിയാണ്. ഫോറിൻ പോളിസിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൺട്രീസുമായിട്ട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിലെന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ, ഇന്ത്യൻ്റെ ഫോറിൻ പോളിസിയിൽ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസത്തിനെയും കൊളോണിയലിസത്തിനെയും എതിരായിരുന്നു. പിന്നെ റാസിസം, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേസ്, ആ ഡിസ്ക്രിമിനേഷനൊന്നും അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. ട്രസ്റ്റ് ഇൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNOനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പഞ്ചശീൽ പ്രിൻസിപ്പിൾ മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ നോൺ എഗ്രഷനും ഒക്കെ കൂടിയിട്ടുള്ള, okay, that is the Panchasheel principle that is said in the next page, and emphasis on the necessity of the foreign assistance ആൻഡ് ഓൾസോ ദ പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്. ഇത്രയായിരുന്നു ഫോറിൻ പോളിസീൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് വന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ. ദെൻ പഞ്ചശീൽ മീൻസ് ദാറ്റ് ഈസ് ദ ബിറ്റ്വീൻ ദ 2 പ്രൈം മിനിസ്റ്റേഴ്സ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈന പ്രൈം മിനിസ്റ്റർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു പഞ്ചശീൽ എന്ന് പറയുന്നത്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ചൈനയും ഇന്ത്യയും തമ്മിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, മ്യൂച്വൽ നോൺ അഗ്രഷൻ ഉണ്ടായിരിക്കണം.
ദെൻ നോൺ ഇൻ്റർഫിയറൻസ്, ഇൻറ്റേർണൽ അഫെയേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെടാതിരിക്കുക, ഇൻ്റർഫിയറൻസ് ഇല്ലാതിരിക്കുക. ഇക്വാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഫോർ ദ മ്യൂച്വൽ ബെനിഫിറ്റ്, പരസ്പര ധാരണയോട് കൂടിയിട്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളും ഇതാക്കുക. അതേപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതൊക്കെയായിരുന്നു പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്നെ കൊണ്ട് ഉള്ളത്. ഓക്കെ, സോ ഫോറിൻ പോളിസിയിൽ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ topics, that is integration of princely statesum, achievement in science and technology, education, foreign policy. ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ തറോ സ്റ്റഡി നടത്തുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.